വഴിവിട്ടയക്കലിനെതിരെ ഹൈക്കോടതി. ജീവപര്യന്തം തടവുകാരെ വിട്ടയച്ച VS അച്യുതാനന്ദൻ സർക്കാരിന്റെ തീരുമാനം ഹൈക്കോടതി ഫുൾ ബെഞ്ച് റദ്ദാക്കി. KT ജയകൃഷ്ണൻ വധക്കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ളവരെയാണ് സർക്കാരിന്റെ കാലാവധി തീരുന്നതിന് തൊട്ടു മുൻപ് വിട്ടയച്ചത്. വിട്ടയച്ചവരിൽ ബഹുഭൂരിപക്ഷവും 10 വർഷം പോലും ജയിലിൽ പൂർത്തിയാക്കിയില്ലെന്ന് കണ്ടെത്തിയാണ് നടപടി. കാലാവധി പൂർത്തിയാക്കാതെ പുറത്തിറങ്ങിയവരെ തിരികെ ജയിലിൽ അടയ്ക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. സംസ്ഥാന സർക്കാർ 36 ജീവപര്യന്തം തടവുകാരെ വിട്ടയക്കാൻ ഏതാനും മാസം മുൻപ് തീരുമാനമെടുത്തിരുന്നു. ഇതിനെതിരെ ഇരകളുടെ ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് 2011 209 ജീവപര്യന്തം തടവുകാരെ വിട്ടയച്ച വിവരം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. രേഖകൾ പരിശോധിച്ചപ്പോൾ ഇവരിൽ 5 പേർ മാത്രമാണ് 14 വർഷം തടവ് പൂർത്തിയാക്കിയതെന്ന് വ്യക്തമായി. 10 വർഷത്തെ ശിക്ഷ പൂർത്തിയാക്കിയത് 100-ൽ താഴെ പ്രതികളാണെന്നും കോടതി കണ്ടെത്തി. ഇതോടെയാണ് 209 പേരെ വിട്ടയച്ച ഉത്തരവ് റദ്ദാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഗവർണറും സർക്കാരും 6 മാസത്തിനകം വിട്ടയച്ചവരുടെ കാര്യം പുനഃപരിശോധിക്കണം. പുറത്തിറങ്ങിയവരുടെ നിലവിലുള്ള ജീവിത രീതികളും സ്വഭാവവുമാണ് കണക്കിലെടുക്കേണ്ടതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 39 തടവുകാരെ വിട്ടയക്കാൻ ഇപ്പോൾ സമർപ്പിച്ച പട്ടികയ്ക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. N. ശ്രീനാഥ്, News 18, കൊച്ചി. 2011 LDF സർക്കാരിന്റെ അവസാന കാലത്ത് വിട്ടയച്ചവരിൽ കൂടുതലും രാഷ്ട്രീയ തടവുകാരാണ്. BJP നേതാവ് KT ജയകൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളും ഇതിൽ ഉൾപ്പെടുന്നു. വിവരങ്ങളുമായി N. ശ്രീനാഥ് ചേരുകയാണ്. ശ്രീനാഥ്, ആ പട്ടികയാകെ പരിശോധിച്ചാൽ അതിലേറ്റവും അധികം രാഷ്ട്രീയ തടവുകാരാണ്, അതും ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവർ. 10 വർഷം പോലും ശിക്ഷ കാലാവധി പൂർത്തിയാക്കും മുമ്പ് തന്നെയാണ് അവരിൽ പലരും പുറത്തിറങ്ങിയത്. അതാണിപ്പോൾ ഹൈക്കോടതി പിടികൂടിയിരിക്കുന്നത് എന്നാണോ? തീർച്ചയായിട്ടും ശരത്, ഇക്കാര്യത്തിൽ 2 കാര്യങ്ങളാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഒന്ന്, ഹൈക്കോടതിക്ക് മുമ്പാകെ ഈ കേസ് വന്നപ്പോൾ AG ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നത് ഇതിൽ പലരും 10 വർഷത്തിൽ കൂടുതൽ കാലാവധി പൂർത്തിയാക്കിയവരാണ്, അതുകൊണ്ട് ഇവരെ വിട്ടയക്കുന്നതിൽ തെറ്റില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ മുമ്പാകെ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞത്. പക്ഷേ അവസാനം കോടതി ഈ ലിസ്റ്റ് വരുത്തി പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഇതിൽ 10 വർഷം പൂർത്തിയാക്കിയത് 100-ൽ താഴെ ആളുകൾ മാത്രമാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, 14 വർഷം അതായത് ജീവപര്യന്തം കാലാവധി പൂർത്തിയാക്കിയത് വെറും 5 പേർ മാത്രമാണ് എന്നുള്ള സത്യം ഹൈക്കോടതിക്ക് ബോധ്യമാവുകയും ചെയ്തു. മാത്രമല്ല, ഇതിൽ 30-ലേറെ പേരെ വിട്ടയച്ചിരിക്കുന്നത് രാഷ്ട്രീയ തീരുമാനപ്രകാരമാണ്. അതായത് രാഷ്ട്രീയ താല്പര്യമുള്ളവരാണ് ഈ 30 പേർ ഈ ലിസ്റ്റിൽ കടന്നുകൂടിയത് എന്നും ഹൈക്കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. അതായത് ഏതെങ്കിലും രാഷ്ട്രീയ കൊലപാതക കേസുകളിലൊക്കെ പെട്ട് ജയിലിലായവരാണ് ഈ 30 പേർ ഉള്ളത്. അതായത് കണ്ണൂർ ജയിലിൽ കഴിയുന്ന ഏതാണ്ട് 45 തടവുകാർ, അതിൽ ഭൂരിപക്ഷം പേരും രാഷ്ട്രീയ കൊലപാതക കേസുകളിൽപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരാണ് എന്നും ഹൈക്കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ KT ജയകൃഷ്ണൻ വധക്കേസിലെ പ്രതിയായ അച്ചാരമ്പത്ത് പ്രദീപൻ അടക്കമുള്ളവർ ഈ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. മാത്രമല്ല, അതിനുശേഷം 36 പേരെ വിട്ടയക്കാൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തയ്യാറാക്കിയ ലിസ്റ്റിലും രാഷ്ട്രീയ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ആ ലിസ്റ്റ് 2 പ്രാവശ്യം ഗവർണർ തിരിച്ചയക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ രാജ്യമൊട്ടാകെ ചില പ്രതികളെ വിട്ടയക്കാനായി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചത്. ഇതനുസരിച്ച് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയത് 36 പേരുടെ ലിസ്റ്റാണ്. ഇതിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കുഞ്ഞനന്ദൻ അടക്കമുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികളെ പിൻവാതിലൂടെ പുറത്തിറക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ഹൈക്കോടതി ഇടപെടലിലൂടെ ഇന്ന് പരാജയപ്പെട്ടിരിക്കുന്നത്. അതായത് ശ്രീനാഥ്, ഇപ്പോൾ സർക്കാർ ക്ഷണിച്ചു മേടിച്ചതാണോ ഈ തിരിച്ചടി? അതായത് 36 പേരെ വിട്ടയക്കാൻ ഈ സർക്കാർ തീരുമാനിക്കുമ്പോൾ അതിന് അധികാരമുണ്ടെന്ന് തെളിയിക്കാൻ സമർത്ഥിക്കാൻ 2011-ലെ വിട്ടയക്കൽ ചൂണ്ടിക്കാട്ടി കോടതിയുടെ ശ്രദ്ധ ക്ഷണിച്ചു. ആ പട്ടിക പരിശോധിച്ചപ്പോഴാണ് അതിലും കള്ളത്തരമുണ്ട്, അല്ലെങ്കിൽ അതിലും ക്രമക്കേടുകളുണ്ട് എന്നൊരു തോന്നൽ ഹൈക്കോടതിക്ക് വന്നത്. ആ നിലയിൽ ക്ഷണിച്ചു വരുത്തിയ ഒരു വലിയ തിരിച്ചടി എന്നതുകൂടി ഇക്കാര്യത്തിലില്ലേ?
തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ 2011 അല്ലെങ്കിൽ അതിന് മുൻ വർഷത്തെയോ ഒന്നും തന്നെ ലിസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ തങ്ങൾ ചെയ്യുന്നത് ആധികാരികമാണ്, ഇത്തരത്തിൽ മുൻപും കീഴ്വഴക്കമുണ്ട് എന്ന് തെളിയിക്കാനായിട്ട് 2011 ഇങ്ങനെ വിട്ടയച്ചിട്ടുണ്ട്, UDF സർക്കാരിന്റെ കാലത്തും വിട്ടയച്ചിട്ടുണ്ട് എന്ന് AG ഹൈക്കോടതിയിൽ സൂചിപ്പിക്കുകയായിരുന്നു. 2011 വിട്ടയച്ചത് 209 പേരാണ് എന്നറിഞ്ഞപ്പോൾ ഹൈക്കോടതി ഈ ലിസ്റ്റ് കാണണം എന്നാവശ്യപ്പെടുകയും ഈ ലിസ്റ്റ് വിളിച്ചു വരുത്തുകയും ഈ ലിസ്റ്റ് പരിശോധിക്കുകയുമായിരുന്നു. അങ്ങനെ സത്യത്തിൽ ശരത്ത് സൂചിപ്പിച്ചതുപോലെ സർക്കാർ ക്ഷണിച്ചു വരുത്തിയ ഒരു വിനയായി ഇത് മാറിയിരിക്കുന്നു. അങ്ങനെയാണ് ഈ 2011 സർക്കാർ ചെയ്ത വലിയ തോതിലുള്ള ക്രമക്കേട് ഹൈക്കോടതി കണ്ടെത്തുകയും ഈ ക്രമക്കേട് തിരുത്തണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ മറ്റൊരു കാര്യം കൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഇനി 6 മാസത്തിനകം ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് ഈ ലിസ്റ്റ് പുനഃപരിശോധിക്കണം. അത്തരത്തിൽ പിഴവുകളില്ലാത്ത ഒരു ലിസ്റ്റ് വേണം ഇനി ഇതിനു വേണ്ടി തയ്യാറാക്കാൻ എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗവർണർക്കും കൃത്യമായ നിർദ്ദേശമുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സർക്കാരിനോട് മാത്രമല്ല കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഗവർണറും മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇടപെടണം, പുനഃപരിശോധന നടത്തണം എന്ന് സർക്കാരിനൊപ്പം ഗവർണറോടും ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തടവ് പുള്ളികളുടെ ഇളവിൽ, അവരുടെ മോചനത്തിൽ. തീരാത്ത പോരുമായി CBI. CBIയുടെ വിശ്വാസ്യത സംരക്ഷിക്കാൻ ശ്രമിച്ചതിനാണ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയതെന്ന് അലോക് വർമ്മ. തന്നോട് ശത്രുതാ മനോഭാവമുള്ള ഉദ്യോഗസ്ഥന്റെ അടിസ്ഥാനരഹിതമായ പരാതി പരിഗണിച്ചാണ് നടപടിയെന്നും അലോക് വർമ്മ പ്രതികരിച്ചു. കോഴക്കേസിൽ നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CBI സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താന നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് വിധി പറയും. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയ സെലക്ട് കമ്മിറ്റി തീരുമാനത്തിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിനെതിരായ അലോക് വർമ്മയുടെ രൂക്ഷ വിമർശനം. ഉന്നതതലങ്ങളിലെ അഴിമതി അന്വേഷിക്കുന്ന ഏജൻസിയായ CBIയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടതാണെന്ന് വർമ്മ പ്രസ്താവനയിൽ പറഞ്ഞു. ബാഹ്യ ഇടപെടലുകൾ ഇല്ലാതെ ഏജൻസിക്ക് പ്രവർത്തിക്കാൻ കഴിയണം. CBIയെ തകർക്കാനുള്ള ശ്രമങ്ങൾക്കിടെ വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കാനായിരുന്നു തന്റെ ശ്രമം. CBIയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ഇറക്കിയ ഉത്തരവ് കോടതി റദ്ദാക്കി. എന്നാൽ തന്നോട് ശത്രുതാ മനോഭാവമുള്ളയാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. വീണ്ടും ആവശ്യപ്പെട്ടാൽ CBIയുടെ വിശ്വാസ്യത സംരക്ഷിക്കാനായി നിലയുറപ്പിക്കാൻ തയ്യാറാണെന്നും വർമ്മ വ്യക്തമാക്കി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ സത്യം പുറത്തുവരുമെന്ന ഭയം കാരണമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വർമ്മയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നതെന്ന് BJP ആരോപിച്ചു. जो पूर्व CBI डायरेक्टर जिनको बर्खास्त किया गया, जिसकी तबादला किया गया, उसमें आलोक वर्मा से ज्यादा रोना राहुल गांधी रो रहे हैं, कांग्रेस पार्टी रो रही है. लोगों को तो ये शक है कि क्यों राहुल गांधी कांग्रेस पार्टी इतने रोना रो रहे हैं. റഫാൽ ഇടപാടിൽ അന്വേഷണം ഭയന്നാണ് വർമ്മയെ പുറത്താക്കിയതെന്നാണ് കോൺഗ്രസ് ആരോപണം. അതേസമയം വീണ്ടും ഇടക്കാല ഡയറക്ടറായ നാഗേശ്വർ റാവു ഇന്നലെ ഉത്തരവിറങ്ങിയതിന് പിന്നാലെ ചുമതല ഏറ്റെടുത്തു. അലോക് വർമ്മയുടെ ഇന്നലത്തെ സ്ഥലംമാറ്റ ഉത്തരവുകൾ തിരുത്താൻ റാവു തയ്യാറാകുമോ എന്നത് നിർണായകമാകും. M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. മലങ്കര ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിന്റെ എതിർപ്പ് തള്ളി തിരുവനന്തപുരം ഭദ്രാസനാധിപൻ ഇടത് നേതാക്കളെ ക്ഷണിച്ച് അത്താഴ വിരുന്നു നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അടക്കമുള്ള നേതാക്കളും വിരുന്നിൽ പങ്കെടുത്തു. പള്ളിത്തർക്കത്തിൽ സർക്കാർ സഭയെ വഞ്ചിച്ചുവെന്നും യാക്കോബായ സഭയ്ക്കൊപ്പമാണ് സർക്കാരെന്നുമാണ് ഓർത്തഡോക്സ് സഭയുടെ പൊതുനിലപാട്. ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു വിരുന്ന് ഒഴിവാക്കണമെന്ന കാതോലിക്ക ബാവയുടെ നിർദ്ദേശം തള്ളിയാണ് വിരുന്ന് നടത്തിയതെന്നാണ് സൂചന. വിരുന്നിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. കിരൺ, ഓർത്തഡോക്സ് സഭയിൽ പൊതുവികാരം ഈ അത്താഴ വിരുന്നിനെതിരാണോ? ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് 3 പള്ളി തർക്കങ്ങളിലും സുപ്രീം കോടതി വിധി നടപ്പാക്കണം എന്നുള്ളതാണ് സഭയുടെ ആവശ്യം. ഈ ആവശ്യം അംഗീകരിക്കാത്ത സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ പ്രമേയത്തിലൂടെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സർക്കാരിനെതിരായ നിലപാടാണ്. എന്നാൽ മറുവശത്ത് നിൽക്കുന്ന യാക്കോബായ സഭ സർക്കാരിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. വനിതാ മതിലടക്കം പങ്കെടുത്തിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഒരു ഭദ്രാസനാധിപൻ ഇങ്ങനെ ഒരു വിരുന്ന് സംഘടിപ്പിക്കുമ്പോൾ അതിലേക്ക് മുഖ്യമന്ത്രി അടക്കമുള്ള ഇടതു നേതാക്കളെ ക്ഷണിക്കുന്നതിനെതിരെ സഭയ്ക്കുള്ളിൽ വികാരമുണ്ടായിരുന്നു. ഇത് കത്തോലിക്ക ബാവ തന്നെ ഇത്തരമൊരു ഇവരെ ക്ഷണിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ തയ്യാറാവാതെയാണ് ഇത്തരമൊരു വിരുന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. സഭ ഔദ്യോഗികമായി തന്നെ സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കുകയും സർക്കാരിനെതിരെയുള്ള നിലപാട് പരസ്യപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സർക്കാർ പ്രതിനിധികളെ വിളിച്ച് ഇത്തരമൊരു വിരുന്ന് നൽകിയത് ശരിയായില്ല എന്നുള്ള വികാരമാണ് വലിയൊരു വിഭാഗം വിശ്വാസികൾക്കും സഭയുടെ നേതൃത്വത്തിലുള്ളവർക്കുമുള്ളത്. ഇതാണ് ഇപ്പോഴത്തെ വിവാദത്തിനു കാരണം. ശരി കിരൺ.
കേന്ദ്രത്തിൽ ഭരണം പിടിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് തന്നെ കഴിയില്ലെന്ന് പ്രവർത്തക സമിതി അംഗം AK ആന്റണി. എന്നാൽ ഭരണത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സ്ഥാനാർത്ഥി നിർണയം നേരത്തെ തന്നെ പൂർത്തിയാക്കുമെന്ന് KPCC ജനറൽ ബോഡി യോഗത്തിൽ AK ആന്റണി പറഞ്ഞു. കോൺഗ്രസ് ഒറ്റയ്ക്ക് മാത്രം വിചാരിച്ചാൽ ഈ ഭരണം അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഭരണം അവസാനിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് നിർണായക ശക്തി. കോൺഗ്രസിൻ്റെ സഹായമില്ലാതെ, കോൺഗ്രസിന് മുമ്പിൽ നിൽക്കാതെ ഈ ഭരണം അവസാനിക്കാൻ സാധ്യമല്ല. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ലെങ്കിലും നേതൃത്വം കോൺഗ്രസിനായിരിക്കുമെന്ന് AK ആന്റണി പറയുമ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട മുന്നൊരുക്കങ്ങൾക്കായി BJP ദേശീയ കൗൺസിൽ യോഗം ഉച്ചകഴിഞ്ഞ് ഡൽഹിയിൽ ആരംഭിക്കാൻ പോകുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 12,000-ഓളം പ്രതിനിധികളാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നത്. രാംലീല മൈതാനിയിൽ നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർട്ടി അധ്യക്ഷൻ അമിത്ഷായും പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സഖ്യം, ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നിവ കൗൺസിൽ ചർച്ചയാവും. കോൺഗ്രസിനെ ഒഴിവാക്കി ഉത്തർപ്രദേശിൽ മഹാസഖ്യത്തിന് BSP SP അന്തിമ ധാരണ. മഹാസഖ്യ പ്രഖ്യാപനം അഖിലേഷ് യാദവും മായാവതിയും നാളെ ലക്നൌവിൽ നടത്തും. ഇരു പാർട്ടികളും 37 സീറ്റിൽ വീതവും RLD 2 സീറ്റിലും മത്സരിക്കും. ഹിന്ദി ഹൃദയഭൂമിയിലെ വിജയത്തിന് ശേഷം സഖ്യകക്ഷികൾക്കിടയിൽ അപ്രമാദിത്വം നേടാമെന്നും കൂടുതൽ സഖ്യങ്ങൾ ഉണ്ടാക്കുമെന്നുമുള്ള കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ പാളി. മായാവതിയും അഖിലേഷ് യാദവും നടത്തിയ മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് കോൺഗ്രസിനെ ഒഴിവാക്കി മഹാസഖ്യം രൂപീകരണത്തിലും സീറ്റ് വിഭജനത്തിലും അന്തിമ തീരുമാനമായത്. ലക്നൌവിൽ നാളെ നടത്തുന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സഖ്യത്തിന്റെ തുടർ നീക്കങ്ങൾ പ്രഖ്യാപിക്കും. 80 സീറ്റുകളുള്ള UPയിൽ SPയും BSPയും 37 വീതം സീറ്റുകളിൽ മത്സരിക്കും. അജിത് സിംഗിന്റെ RLDക്ക് കൈരാനയടക്കം 2 സീറ്റുകൾ നൽകും. കോൺഗ്രസിനെ സഖ്യത്തിന്റെ ഭാഗമാക്കിയില്ലെങ്കിലും സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിലും രാഹുലിന്റെ മണ്ഡലമായ അമേഠിയിലും സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തില്ല. NDAയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഓം പ്രകാശ് രാജ്ഭറിന്റെ സുഹൽദേവ് പാർട്ടിക്ക് 1 സീറ്റ് നൽകാനും അപ്നാദളിന്റെ 1 സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനും സഖ്യം തയ്യാറായേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ മഹാസഖ്യത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. കോൺഗ്രസിനെ എഴുതിത്തള്ളേണ്ടതില്ലെന്നും ഒറ്റയ്ക്ക് മത്സരിച്ച് കരുത്ത് തെളിയിക്കുമെന്നുമാണ് പാർട്ടിയുടെ പ്രതികരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 71 സീറ്റുകൾ നേടിയ BJPക്ക് മഹാസഖ്യത്തിന്റെ വരവോടെ സംസ്ഥാനത്ത് കാര്യങ്ങൾ എളുപ്പമാകില്ല. ന്യൂസ് 18 ഡൽഹി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ UAE സന്ദർശനം പുരോഗമിക്കുന്നു. ദുബായിൽ ഇന്ത്യൻ വ്യവസായികളുമായി രാഹുൽ ഗാന്ധി ചർച്ച നടത്തി. തുടർന്ന് അദ്ദേഹം ലേബർ ക്യാമ്പുകൾ സന്ദർശിച്ചു. വൈകിട്ട് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യൻ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ചെയർമാൻ സാം പിത്രോദയാണ് അധ്യക്ഷത വഹിക്കുക. നാളെ അദ്ദേഹം അബുദാബിയിലെ ഗ്രാൻഡ് മോസ്ക് സന്ദർശിക്കും. കോൺഗ്രസ് നേതാക്കളെ ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട്. സന്ദർശനം നാളെ പൂർത്തിയാകും. തിരുവനന്തപുരത്ത് SBI ബാങ്ക് ശാഖ അടിച്ചു തകർത്തതിൽ കൂടുതൽ പ്രതികളെ തിരിച്ചറിയപ്പെട്ട 5 പേരും NGO യൂണിയൻ നേതാക്കളാണ്. അതേസമയം യൂണിയൻ സംസ്ഥാന നേതാക്കളായ 2 പേരെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നതായി ആക്ഷേപമുണ്ട്. സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥനായ അനിൽകുമാർ, സെയിൽ ടാക്സ് ജീവനക്കാരൻ അജയ്കുമാർ, ട്രഷറി ഡയറക്ടറേറ്റിലെ ശ്രീവത്സൻ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ ബിജുരാജ്, ബിനുകുമാർ എന്നിവരെയാണ് പുതുതായി തിരിച്ചറിഞ്ഞത്. 5 പേരും NGO യൂണിയൻ നേതാക്കളാണ്. പ്രതികൾ ഒളിവിലാണെന്ന് കന്റോൺമെന്റ് പോലീസ് വ്യക്തമാക്കി. പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന നിയമപ്രകാരം 5 പേർക്കെതിരെയും കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അക്രമവുമായി ബന്ധപ്പെട്ട് NGO യൂണിയൻ ജില്ലാ നേതാക്കളായ ഹരിലാൽ, അശോക് എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. അക്രമത്തിൽ ആകെ 9 പേർ പങ്കെടുത്തെന്നാണ് പോലീസ് കണ്ടെത്തൽ. അതേസമയം സംഘത്തിലുണ്ടായിരുന്ന യൂണിയൻ സംസ്ഥാന നേതാക്കളായ 2 പേരെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നതായി ആരോപണമുണ്ട്. സംസ്ഥാന നേതാക്കളായ സുരേഷ് ബാബു എന്നിവരെ രക്ഷിക്കാൻ നീക്കം നടത്തുന്നതായാണ് ആക്ഷേപം. 9 അംഗ സംഘത്തിൽ അവശേഷിക്കുന്ന 2 പേരെ തിരിച്ചറിയാനായിട്ടില്ല എന്നാണ് പോലീസ് വിശദീകരണം. അക്രമി സംഘത്തിലുണ്ടായിരുന്നവർക്കെതിരെ ബാങ്കിലെ വനിതാ ജീവനക്കാരിയും പ്രത്യേകം പരാതി നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ചരിത്ര ദൗത്യമായ ഗഗൻയാൻ 2021 ഡിസംബറിൽ നടക്കും. മലയാളിയായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർക്കാണ് ദൗത്യത്തിന്റെ ചുമതല. ചാന്ദ്ര പര്യവേഷണമായ ചന്ദ്രയാൻ 2 ഏപ്രിൽ മധ്യത്തോടെ വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ K. ശിവൻ അറിയിച്ചു. 30,000 കോടി രൂപ ചെലവിലാണ് ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതി യാഥാർത്ഥ്യമാക്കുക. ആളില്ലാ പേടകങ്ങൾ നടത്തുന്ന 2 യാത്രകൾക്ക് ശേഷമാകും
മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുക. ആളില്ലാ പേടകത്തിന്റെ ആദ്യ യാത്ര അടുത്ത വർഷം ഡിസംബറിലും രണ്ടാമത്തെ യാത്ര 2021 ജൂലൈയിലും നടക്കും. 2021 ഡിസംബറിൽ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കും. 3 ശാസ്ത്രജ്ഞരെ ലോ എർത്ത് ഓർബിറ്റിലാണ് എത്തിക്കുക. രാജ്യം ആദ്യമായി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുമ്പോൾ വനിതാ ശാസ്ത്രജ്ഞയും ഉണ്ടാകുമെന്ന് ISRO ചെയർമാൻ കെ ശിവൻ അറിയിച്ചു. Capable of taking the challenges and we never failed. So definitely with all the teamwork we will be able to achieve the target set by. ചാന്ദ്രയാൻ 1 വിജയത്തിന് പിന്നാലെ നടത്തുന്ന ചാന്ദ്രയാൻ 2 വിക്ഷേപണം ഈ വർഷം ഏപ്രിൽ മധ്യത്തോടെ നടത്തുമെന്നും ISRO വ്യക്തമാക്കി. ചന്ദ്രന്റെ തെക്കൻ ധ്രുവത്തിൽ റോവർ ഇറക്കി പര്യവേക്ഷണം നടത്തുകയാണ് ലക്ഷ്യം. ഇവിടെയുള്ള വെള്ളത്തിന്റെയും ധാതുക്കളുടെയും വിവരം ശേഖരിക്കുകയാണ് ചാന്ദ്രയാൻ 2 ചെയ്യുക. ജനുവരിയിൽ നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്ന വിക്ഷേപണമാണ് ഏപ്രിൽ മധ്യത്തിലേക്ക് മാറ്റിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇടവേള. CPM പ്രവർത്തകന്റെ ഹർജിയിൽ അഴീക്കോട് തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ KM ഷാജി നൽകിയ അപ്പീലിൽ മുൻ ഉത്തരവ് ആവർത്തിച്ച് സുപ്രീം കോടതി. ഷാജിക്ക് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം, ശമ്പളവും ആനുകൂല്യങ്ങളും ഇല്ല, വോട്ട് ചെയ്യാൻ കഴിയില്ല. CPM പ്രവർത്തകൻ ബാലൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഷാജിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി രണ്ടാമത്തെ ഉത്തരവ് പുറപ്പെടുവിച്ചത്. സംസ്ഥാനത്തെ ഭൂരിപക്ഷം ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികളുടെയും പ്രവർത്തനം നിലച്ചു. 14 ജില്ലകളിലെ ഉപഭോക്തൃ കോടതികളിൽ 4 മാത്രമാണ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത്. ഒഴിവുകളിൽ നിയമനം നടത്താത്തതാണ് പ്രവർത്തനത്തെ ബാധിച്ചത്. സംസ്ഥാനത്തെ 14 ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കോഴിക്കോട്, പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ കോടതികൾ മാത്രം. ഒഴിവുകളിലേക്ക് നിയമനം നടത്താത്തതാണ് മറ്റ് ജില്ലകളിലെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണം. എറണാകുളം ജില്ലയിൽ മാത്രം കെട്ടിക്കിടക്കുന്നത് 2000ഓളം കേസുകളാണ്. ജില്ലാ ജഡ്ജിക്ക് തുല്യമായ യോഗ്യതയുള്ള പ്രസിഡന്റും 2 അംഗങ്ങളും അടങ്ങുന്നതാണ് സമിതി. എറണാകുളത്ത് ജില്ലാ പ്രസിഡന്റ് ഉണ്ടെങ്കിലും മറ്റ് 2 അംഗങ്ങളുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് ഒഴികെയുള്ള 2 അംഗങ്ങളുടെ നിയമനം രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് നടക്കാറുള്ളത്. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്കിടയിലുള്ള തർക്കമാണ് നിയമനം വൈകാൻ കാരണമെന്നാണ് ആരോപണം. അതിൽ രാഷ്ട്രീയ താല്പര്യമാണ് പ്രധാന ഘടകമായിട്ടും, അതുകൊണ്ടാണ് ഈ കാലതാമസത്തിന് കാരണമെന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കൺസ്യൂമർ അഫയേഴ്സ് സെക്രട്ടറി, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാൻ, നിയമ സെക്രട്ടറി എന്നിവരടങ്ങുന്ന സമിതിയാണ് നിയമനം നടത്തേണ്ടത്. നേരത്തെ ഉപഭോക്തൃ കോടതികളിലെ നിയമനം കൃത്യസമയത്ത് നടക്കാത്തതിന് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും സർക്കാരിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. വർഷങ്ങൾ പഴക്കം ചെന്ന കേസുകൾ പോലും കെട്ടിക്കിടക്കുമ്പോഴാണ് സംസ്ഥാനത്തെ ഒട്ടുമിക്ക ഉപഭോക്തൃ കോടതികളുടെയും പ്രവർത്തനം നിശ്ചലമായിരിക്കുന്നത്. ഇതോടെ പ്രശ്നപരിഹാരത്തിന് ആരെ സമീപിക്കണമെന്ന പ്രതിസന്ധിയിലാണ് ഉപഭോക്താക്കൾ. കൊച്ചിയിൽ നിന്നും SS ശരൺ, ന്യൂസ് 18. അഴിമതിയെ തുടർന്ന് UDF സർക്കാർ പിരിച്ചുവിട്ട മുൻ പ്രസിഡന്റ് ജോയ് തോമസ് വീണ്ടും കൺസ്യൂമർ ഫെഡ് ഭരണസമിതിയിലേക്ക്. 9 വിജിലൻസ് കേസുകളിൽ പ്രതിയായ ജോയ് തോമസ് ഇടുക്കി ജില്ലയിലെ ഹോൾസെയിൽ സൊസൈറ്റിയുടെ പ്രതിനിധിയായാണ് എത്തുന്നത്. വിജിലൻസിന്റെ ഓപ്പറേഷൻ അന്നപൂർണ റെയ്ഡിലാണ് കൺസ്യൂമർ ഫെഡ് സ്ഥാപനങ്ങളിൽ നടന്ന കോടികളുടെ അഴിമതി കണ്ടെത്തിയത്. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത 9 കേസുകളിലും അന്ന് കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റായിരുന്ന ജോയ് തോമസ് പ്രതിയാണ്. അഴിമതി തെളിഞ്ഞ സാഹചര്യത്തിൽ ഭരണസമിതിയെ ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ പിരിച്ചുവിട്ടിരുന്നു. സഹകരണ വകുപ്പിന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും ആഭ്യന്തരാന്വേഷണ റിപ്പോർട്ടുകളിലും ജോയ് തോമസിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. കേസുകൾ വിജിലൻസ് കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ജോയ് തോമസ് വീണ്ടും കൺസ്യൂമർ ഫെഡ് ഭരണസമിതിയിലേക്ക് എത്തുന്നത്. ഐ ഗ്രൂപ്പ് നേതാവായ ജോയ് തോമസ് ഇടുക്കി മുൻ DCC പ്രസിഡന്റാണ്. കോൺഗ്രസിന് മുൻതൂക്കമുള്ളതാണ് ഇടുക്കി ഹോൾസെയിൽ സൊസൈറ്റി. ഇവിടെ നിന്നുമാണ് ജോയ് തോമസ് പത്രിക നൽകിയത്. മറ്റാരും മത്സരിക്കാൻ ഇല്ലാത്തതിനാൽ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ജോയ് തോമസ് കൺസ്യൂമർ ഫെഡ് ഭരണസമിതിയിലെത്തും. ജില്ലാ മൊത്തവിതരണ സൊസൈറ്റി അംഗങ്ങൾക്ക് ഭരണസമിതി അംഗമാകാമെന്ന വ്യവസ്ഥ ദുരുപയോഗം ചെയ്താണ് കൺസ്യൂമർ ഫെഡ് ഭരണസമിതിയിലേക്ക് ജോയ് തോമസ് വീണ്ടും എത്തുന്നത്. തനിക്കെതിരായ കേസുകളുടെ ഗതി തിരിച്ചുവിടാൻ പോലും കൺസ്യൂമർ ഫെഡ് ഭരണസമിതിയിലെത്തുന്ന ജോയ് തോമസിന് കഴിയും. തിരുവനന്തപുരത്തു നിന്നും സുർജിത്ത് അയ്യപ്പത്ത്, ന്യൂസ് 18. ആലപ്പാട് സമരത്തിൽ നിലപാട് പ്രഖ്യാപിച്ച് മന്ത്രിമാർ. കരിമണൽ ഖനനം അശാസ്ത്രീയമായാണോ നടക്കുന്നതെന്ന് വ്യവസായ വകുപ്പ് പരിശോധിക്കുമെന്ന് മന്ത്രി EP ജയരാജൻ. സമരം നടത്തുന്നത് നാട്ടുകാർ തന്നെയാണോ എന്നും പരിശോധിക്കും. കരിമണൽ നാടിന്റെ സമ്പത്താണ്, അത് ഉപയോഗപ്പെടുത്തണമെന്നും വ്യവസായ മന്ത്രി പറഞ്ഞു. അതേസമയം വിഷയത്തിൽ പൊതുമേഖലയ്ക്കെതിരായ നീക്കം സർക്കാർ അനുവദിക്കില്ലെന്ന് മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. തീരം സംരക്ഷിച്ചുകൊണ്ട് ഖനനം എന്നതാണ് സർക്കാർ നയം. സ്വകാര്യ വ്യക്തികൾക്ക് ഖനനത്തിന് അനുമതി നൽകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അവിടെ സുരക്ഷ വേണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പൊതുമേഖലയ്ക്കെതിരായി നടത്തുന്ന നീക്കം ഗവൺമെൻറ് അംഗീകരിക്കില്ല.
എന്നാൽ പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ തീരം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഖനനം പാടുള്ളൂ എന്നത് ഗവൺമെൻറ് പോളിസിയാണ്. ഗവൺമെൻറ് ആ പോളിസി എടുത്തിട്ടുണ്ട്. അത് IRE നടപ്പാക്കേണ്ടതുണ്ട്. അത്രയും ഗവൺമെൻറ്റിന് വ്യക്തമായ മൈനിങ് പോളിസിയുണ്ട്. പൊതുമേഖലയിൽ മാത്രമേ മൈനിങ് പാടുള്ളൂ. സ്വകാര്യ വ്യക്തികൾക്ക് മൈനിങ് ഇവിടെ അംഗീകരിച്ചിട്ടില്ല. ഇവിടെ പ്രശ്നം തീരം സംരക്ഷിക്കണം. കര സംരക്ഷിക്കുകയും വേണം, പൊതുമേഖലയിലെ മിനറൽ സെപ്പറേഷൻ നടക്കുകയും വേണം. ഇത് രണ്ടും നടക്കും. അതും അടിസ്ഥാനരഹിതമാണ്. അത് കരിമണൽ വന്നുകൊണ്ടൊന്നും ഒന്നും നശിക്കാൻ പോകുന്നില്ല. സർക്കാരിനെതിരെ വിശദമായിട്ടത് പരിശോധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും പരിശോധിക്കാം. കാരണം ഇടത് സർക്കാർ നേരത്തെ ഭരിച്ചപ്പോൾ ദൂരെ സമരം നടന്നിരുന്നു. അല്ല, തീർച്ചയായും പരിശോധിക്കാം. എന്താണ് അതിൻ്റെ പിന്നിലാരെങ്കിലും ഉണ്ടോ, അല്ല അത് എന്താണ് ഡിമാൻഡ്സ് എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാകാത്ത വിധം കാര്യങ്ങൾ പരിഹരിക്കും. സ്വകാര്യവൽക്കരണത്തിനെതിരെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ജീവനക്കാരുടെ പ്രതിഷേധം. വിമാനത്താവളം സന്ദർശിക്കാനെത്തിയ GMR ഗ്രൂപ്പ് പ്രതിനിധികളെ ജീവനക്കാർ തടഞ്ഞുവെച്ചു. വിമാനത്താവള ലേലത്തിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായാണ് കമ്പനി പ്രതിനിധികൾ വിമാനത്താവള ഡയറക്ടറുമായി ചർച്ചയ്ക്കെത്തിയത്. ശബരിമലയിൽ ധാരാളം സ്ത്രീകൾ ദർശനം നടത്തിയിട്ടുണ്ടെന്ന് മന്ത്രി MM മണി. സ്ത്രീകൾ ഇനിയും മല കയറും. പോലീസ് അവർക്ക് സുരക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി കൊട്ടാരക്കരയിൽ പറഞ്ഞു. സ്ത്രീകൾ ഒരുപാട് പോയിട്ടുണ്ടെന്ന് അവിടെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അല്ല, ഈ കേരളത്തിൽ നിന്നല്ല ഒരുപാട് സ്ത്രീകൾ പോയിട്ടുണ്ട്. ഈ സ്ത്രീകളുടെ പ്രായമൊക്കെ അളക്കാനുള്ള യന്ത്രം വല്ലതും ഉണ്ടോ? ഒന്നുമില്ലെന്ന്. ശരണവഴി. തിരുവാഭരണ ഘോഷയാത്രയിൽ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസ്. സ്ത്രീ പ്രവേശനത്തിനെതിരായ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ആരെയും മാറ്റി നിർത്തില്ലെന്നും ശങ്കരദാസ് ന്യൂസ് 18നോട് പറഞ്ഞു. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ പങ്കാളികളായവരെ തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കെടുപ്പിക്കില്ലെന്ന് കാട്ടി നേരത്തെ പോലീസ് ഉത്തരവിറക്കിയിരുന്നു. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെ നടന്ന സമരങ്ങളിൽ സജീവമായവരെയും ക്രിമിനൽ കേസിൽപ്പെട്ടവരെയും ഘോഷയാത്രാ സംഘത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ലെന്നായിരുന്നു പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി SP ദേവസ്വം കമ്മീഷണർക്ക് കത്തു നൽകിയിരുന്നു. എന്നാൽ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസ് പറഞ്ഞു. നാമജപത്തിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിൽ മാറ്റി നിർത്തില്ല. ക്രിമിനൽ കേസിൽപ്പെട്ടവരെ മാറ്റി നിർത്തുന്നത് സ്വാഭാവികമാണെന്നും ശങ്കരദാസ് വ്യക്തമാക്കി. ഈ നാമജപ സമരത്തിൽ പങ്കെടുത്തവരോ അങ്ങനെയുള്ള ആരെയും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല, അവരെ ഒഴിവാക്കിയിട്ടുമില്ല. അതേ സംബന്ധിച്ച് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ക്രിമിനൽ കേസുകൾ അതെല്ലാം എപ്പോഴും ഉള്ളത് തന്നെ. ഇപ്പോൾ ഇവിടെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നവരും അങ്ങനെ ബോധപൂർവമായിട്ട് ഒഴിച്ചു നിർത്തുന്ന ഒരു നടപടിയും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അവിടെ അതിനെ സംബന്ധിച്ച് ഒരു വ്യാജ പ്രചരണമാണ്. അതേസമയം തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവരുടെ പട്ടിക കൈമാറുമെന്ന് പന്തളം കൊട്ടാരം പ്രതിനിധികൾ പോലീസിനെ അറിയിച്ചു. ക്യാമറമാൻ പ്രവീൺ നെല്ലിമുടിനൊപ്പം ജോയ് നായർ, ന്യൂസ് 18 സന്നിധാനം. ഭക്തിയും മതസൗഹാർദ്ദവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ എരുമേലിയിൽ ചരിത്രപ്രസിദ്ധമായ പേട്ടതുള്ളൽ. അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളിയത്. ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ഉച്ചയ്ക്ക് ശേഷം നടക്കും. സമൂഹ പെരിയോൻ കളത്തിൽ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിൽ ആദ്യം അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പേട്ടതുള്ളിയെത്തിയ സംഘത്തിന് എരുമേലി നൈനാർപ്പള്ളിയിൽ ജമാഅത്ത് ഭാരവാഹികൾ സ്വീകരണം നൽകി. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ മതസൗഹാർദ്ദത്തിന്റെ സംഗമം കൂടിയായി ആ നിമിഷങ്ങൾ. വെള്ളിയാഴ്ച ആയതിനാൽ സമൂഹ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് വാവരുടെ പ്രതിനിധി അമ്പലപ്പുഴ സംഘത്തെ വലിയ ധർമ്മശാസ്ത്ര ക്ഷേത്രം വരെ അനുഗമിച്ചത്. അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളൽ ആരംഭിക്കുന്നത് സാധാരണ ശ്രീകൃഷ്ണപരുന്ത് ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് ദർശിച്ചതിന് ശേഷമാണ് അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. പേട്ടതുള്ളൽ ആരംഭിച്ച് അവർ നേരെ എരുമേലി മുസ്ലിം പള്ളിയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. പെരിയോൻ അമ്പാടത്ത് വിജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ആലങ്ങാട് സംഘം എത്തുന്നത്. വാവരുടെ പ്രതിനിധി അമ്പലപ്പുഴ സംഘത്തിനൊപ്പം ശബരിമലയ്ക്ക് പോയെന്നാണ് വിശ്വാസം. അതിനാൽ ആലങ്ങാട് സംഘം വാവരു പള്ളിയിൽ കയറില്ല. പേട്ടതുള്ളലിന് ശേഷം അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ ശബരിമലയിലേക്ക് പോകും. 14-നാണ് ശബരിമലയിൽ മകരവിളക്കുത്സവം. ശ്യാം ദേവരാജ്, ന്യൂസ് 18 എരുമേലി.